കാസർഗോഡ് ആന്തൂർ കാറടുക്ക കർമ്മന്തൊടിയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂടാംകുളത്തെ രാജേഷിന്റെ ഭാര്യ സൗപർണികയെയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു മാസം മുൻപാണ് കുടുംബം പുതുതായി പണിത വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത്. കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, എന്താണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഈ സംഭവത്തിന് പിന്നിൽ? മഞ്ജുഷ്, സൈനികന്റെ ഭാര്യയായ സൗപർണിക എന്ന് പറയുന്ന 41 വയസ്സുകാരിയാണ് ഇങ്ങനെ വീട്ടിലെ ബെഡ്റൂമിലെ ഫാനിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ട് നിലവിൽ ഈ ഒരു ജീവനൊടുക്കാനിടയായ കാരണം എന്തെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മഹത്യക്കുറിപ്പോ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസം മുൻപാണ് ഇവരുടെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞത്. ഈ ചടങ്ങിന് നാഗാലാൻഡിൽ ജോലി ചെയ്തിരുന്ന രാജേഷ്, സൈനികനായ രാജേഷ് എത്തിയിരുന്നു. അദ്ദേഹം തിരിച്ചു പോയതേ ഉള്ളൂ. ഏതായാലും ഈ വിവരം അറിഞ്ഞത് ഇദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് മരണകാരണം ഈ ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്തെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷെ, ഈ ഒരാഴ്ചക്കിടെ മാത്രം 4ഓളം ഭർത്തൃമതികളാണ് ഇങ്ങനെ ജീവനൊടുക്കിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഇന്നലെയും ഇത്തരത്തിൽ അശ്വതി എന്ന് പറയുന്ന 24 വയസ്സുകാരി ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫാത്തിമത്ത്, സുബൈദ, സമീറ എന്ന് പറയുന്ന മറ്റ് 2 യുവതികളും ഈ ആഴ്ച തന്നെ ഇങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതിലും തുടർച്ചയായി ഇത്തരത്തിൽ ഭർത്തൃമതികൾ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിലും ഇന്ന് പുലർച്ചെയാണ് സൗപർണിക എന്ന് പറയുന്ന ഇത്തരത്തിൽ കാറടുക്ക കർമ്മന്തൊടിയിലെ 41 വയസ്സുള്ള ഭർത്തൃമതി ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് ആത്തൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ആത്തൂർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഞ്ജുഷ്. ശരി, ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.